നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് മുഖം പോലും കൊടുക്കാതെ മുഖ്യമന്ത്രി VD സതീശൻ കടന്നുപോയ കാഴ്ച കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ കേരളം കണ്ടു. ഈ സംഭവത്തിൽ ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർണായകമായ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകുന്നില്ല എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിരിക്കുന്നത്. അനുമതി നിഷേധിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം. അലോഷ്യസ് സന്ദർശന അനുമതി തേടിയ ദിവസം മുഖ്യമന്ത്രി തിരക്കിലായിരുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ അലോഷ്യസുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമം നടത്തിയതാണ്, പക്ഷേ സാധിച്ചില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സന്ദർശന അനുമതി നിഷേധിച്ചതായുള്ള വാർത്തയിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തിയുണ്ട്. ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വിശദീകരണം വന്നിരിക്കുന്നത്. KSUവിനെതിരായ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിലപാട് അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അലോഷ്യസ് സേവ്യർ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമം നടത്തിയത്. പക്ഷേ മുഖ്യമന്ത്രിയെ കാണാൻ അനുവാദം കിട്ടിയിരുന്നില്ല. ഇതിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. ഈ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ചേരിപ്പോര് തുടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി ജിൻഡോ ജോണും VR അനൂപും അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തി. മുഖ്യമന്ത്രിയെ കാണാൻ ആർക്കും അവകാശമുണ്ടെന്നും സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നുമായിരുന്നു ജിൻഡോ ജോൺ പറഞ്ഞത്. പ്ലീഡർ നിയമനം അടക്കമുള്ള വിഷയങ്ങളിൽ KSUവിന്റെ ആവശ്യം ന്യായമാണെന്നും ജിൻഡോ പറഞ്ഞു. ഹിന്ദു ഐക്യവേദി നേതാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം കൊടുത്ത മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിക്കാർക്ക് കൂടിക്കാഴ്ചയ്ക്ക് അവസരം നിഷേധിച്ചു എന്നായിരുന്നു അനൂപിന്റെ വിമർശനം. കഴിഞ്ഞ ബുധനാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു KSUവിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം വന്നത്. ഗവൺമെന്റ് പ്ലീഡറായി സജീവ RSS ബന്ധമുള്ള വ്യക്തിയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുന്ന സമയത്തായിരുന്നു മുഖ്യമന്ത്രി KSUവിനെ വിമർശിച്ചത്. തിരുവനന്തപുരത്തെ KSU ആണോ പ്ലീഡറെ നിയമിക്കുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. KSUവിന് പ്ലീഡർ നിയമനത്തിൽ എന്ത് കാര്യമെന്നും VD സതീശൻ ചോദിച്ചു. ഇതിന് പിന്നാലെ സതീശനെതിരെ തുറന്നടിച്ച് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ രംഗത്തെത്തി. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ KSU ആശങ്ക അറിയിച്ചതിൽ എന്താണ് തെറ്റ് എന്നായിരുന്നു അലോഷ്യസിന്റെ ചോദ്യം. കേരളത്തിന്റെ തെരുവിൽ സമരം ചെയ്ത ആളുകളുടെ വൈകാരികത ഉൾക്കൊണ്ട് KSU മുഖ്യമന്ത്രിയെ ആശങ്ക അറിയിക്കുമെന്നും അലോഷ്യസ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെയും അലോഷ്യസ് പ്രതികരിച്ചു. നെറികേടുകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ധിക്കാരമാണെങ്കിൽ ഞങ്ങൾ ഒരു കൂട്ടം ധിക്കാരികൾ എന്ന് പറഞ്ഞായിരുന്നു ഫേസ്ബുക്കിലൂടെ അലോഷ്യസിന്റെ പ്രതികരണം. പിന്നാലെ വിരൽ ചൂണ്ടുന്ന ഒരു ചിത്രം കൂടി പങ്കുവച്ച ഈ പോസ്റ്റും മുഖ്യമന്ത്രിക്കുള്ളൊരു മറുപടിയായാണ് മാറിയത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ അവർ നേരിട്ട് വരുന്നു, മുഖാമുഖം വരുന്നു. പക്ഷേ അലോഷ്യസ് സേവ്യർ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുഖ്യമന്ത്രി VD സതീശൻ കടന്നു പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. തൊട്ടു പിന്നാലെ തന്നെ അലോഷ്യസ് സേവ്യർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ അവഗണനയിൽ ഒരു പ്രതികരണമാണ് അലോഷ്യസ് സേവ്യർ നടത്തിയത്. ഇതൊരു രാഷ്ട്രീയ പരിപാടിയല്ലെന്നും അതുകൊണ്ട് തന്നെ ഇതിൽ രാഷ്ട്രീയ പരാമർശങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്നുമായിരുന്നു അലോഷ്യസിന്റെ പ്രതികരണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചിരിക്കുക എന്നത് താൻ പഠിച്ച രാഷ്ട്രീയമാണ്. അദ്ദേഹം തന്നെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല എന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. 10 വർഷക്കാലം കേരളത്തിലെ ക്യാമ്പസുകളിലും തെരുവോരങ്ങളിലും സംഘർഷഭരിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പോരടിച്ച് ഇടതുപക്ഷ സർക്കാരിനെതിരെ വലിയ പോരാട്ടം നടത്തിയാണ് UDF സർക്കാർ അധികാരത്തിലെത്തിയത്. സാധാരണക്കാരായ KSU പ്രവർത്തകരുടെ ചോരയും നീരും വിയർപ്പുമാണ് ഈ UDF സർക്കാർ. എന്നാൽ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെറിയ വീഴ്ചയുണ്ടായി. KSU പ്രവർത്തകരെ കായികമായി ആക്രമിച്ച ഒരു കൂട്ടത്തിന്റെ പ്രതിനിധി പ്ലീഡർ സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ അത് തിരുത്തണമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് KSU ചെയ്തത്. സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ തന്റെ പ്രവർത്തകരുടെ വികാരത്തെ ഉൾക്കൊള്ളുക എന്നതാണ് താൻ പഠിച്ച രാഷ്ട്രീയമെന്നും അലോഷ്യസ് സേവ്യറിന്റെ പ്രതികരണം. തേവര കോളേജ് തന്റെ രാഷ്ട്രീയ ജീവിതത്തെയും വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയ ആത്മീയ വിദ്യാലയമാണെന്ന് അലോഷ്യസ് പറഞ്ഞു. ഇടുക്കിയിലെ മലയോര ജില്ലയിൽ നിന്നും പഠനത്തിനായി എത്തി തനിക്ക് ഒരു വ്യക്തി എന്ന നിലയിലും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും ഐഡന്റിറ്റി നൽകിയത് ഈ കലാലയമാണ്. 2012 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും MPhilഉം പൂർത്തിയാക്കിയത് ഇതേ ക്യാമ്പസിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തേവര കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ മുഖ്യമന്ത്രി VD സതീശൻ, ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് തുടങ്ങിയവർക്ക് നൽകിയ സ്വീകരണത്തിൽ കോളേജ് മാനേജ്മെന്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരമായിരുന്നു അലോഷ്യസ് സേവ്യറും എത്തിയത്. ഈ വേദിയിൽ വെച്ചാണ് മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തിന് മുഖം പോലും കൊടുക്കാതെ കടന്നു പോകുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അതേസമയം അലോഷ്യസ് സേവ്യറിനെതിരെ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുകയാണ്. KSU സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്താണ് അലോഷ്യസ് സേവ്യർ. അദ്ദേഹത്തിനെതിരെയാണ് KSU സംസ്ഥാന സെക്രട്ടറി മുബാസ് ഓടക്കാലി രംഗത്ത് വന്നിരിക്കുന്നത്. ചിലർ പ്രസ്ഥാനത്തെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നായിരുന്നു മുബാസിന്റെ വിമർശനം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു വിമർശനം ഉന്നയിച്ചത്. പ്ലീഡർ നിയമനം കഴിഞ്ഞ ദിവസങ്ങൾ
കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനെ കണ്ട് പരാതി നൽകിയില്ല. പകരം വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ മാത്രം കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചുവെന്നും മുബാസിന്റെ കുറ്റപ്പെടുത്തൽ. മറ്റ് നിയമനങ്ങളിൽ ഒന്നും പ്രവർത്തകരുടെ വികാരം സംരക്ഷിക്കാൻ തോന്നാത്തവർക്ക് പ്ലീഡർ നിയമനത്തിൽ മാത്രം അത് തോന്നിയെന്നും വിമർശനം. വ്യക്തി താൽപര്യങ്ങൾക്കും മാധ്യമ ശ്രദ്ധയ്ക്കുമായി സർക്കാരിനെയും മുഖ്യമന്ത്രിയും ഇരുട്ടിൽ നിർത്തുകയാണ്. നിയമനത്തിന്റെ പാപഭാരം മുഴുവനും മുഖ്യമന്ത്രിയുടെ തലയിൽ കെട്ടിവയ്ക്കാൻ വ്യഗ്രത കാണിക്കുന്നവർ ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ച് കണ്ടില്ല എന്നും ഫേസ്ബുക്കിൽ മുബാസിന്റെ വിമർശനം. കേസുവിനെ പരിഗണിച്ചില്ലെന്ന് ആവർത്തിച്ചു പറയുന്ന KSU പ്രസിഡന്റ് ഔദ്യോഗികമായി ഇതുവരെയും ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു ലിസ്റ്റ് നൽകിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിലവിലെ ആശങ്കകൾ ചില മോഹഭംഗങ്ങളിൽ നിന്ന് ഉദിച്ചുയർന്നതാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് ബോധ്യമാകുമെന്നും മുബാസ് ഓടക്കാലി ആരോപിച്ചു. അതേസമയം അലോഷ്യസ് സേവ്യറിന് പിന്തുണയുമായി SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് അലോഷ്യസ് സേവ്യറിന് പൊതുവേദിയിൽ മുഖം നൽകാതെയും ഉയർത്തിയ വിഷയം ചർച്ച ചെയ്യാൻ സമയം നൽകാതെയും കേരളത്തിലെ മുഖ്യമന്ത്രി അപമാനിക്കുന്നത് മര്യാദകേടാണെന്നായിരുന്നു ശിവപ്രസാദിന്റെ പ്രതികരണം. മന്ത്രി AP അനിൽകുമാറിന്റെ പ്രതികരണം. KSU നേതാക്കൾക്ക് മുഖ്യമന്ത്രിയെ കാണാൻ പറ്റാത്തത് വലിയ പ്രശ്നമായി കാണേണ്ടതില്ല എന്നായിരുന്നു AP അനിൽകുമാറിന്റെ പ്രതികരണം. യൂത്ത് കോൺഗ്രസിനും KSUവിനും എക്കാലത്തും സ്വതന്ത്രമായ നിലപാടുകളും അഭിപ്രായ പ്രകടനങ്ങളും നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഈ സ്വാതന്ത്ര്യത്തിന് പരിധികളുണ്ട്. പരിധി വിട്ടുള്ള വിമർശനങ്ങൾ അംഗീകരിക്കാനാകില്ല. എന്തെങ്കിലും അതൃപ്തിയോ പരാതിയോ ഉണ്ടെങ്കിൽ അത് പാർട്ടിയുടെ നേതൃത്വത്തോട് നേരിട്ട് പറയണം. അല്ലാതെ പൊതുസ്ഥലത്ത് പരിധി വിട്ട് വിമർശിക്കുന്നത് കോൺഗ്രസ് സംസ്കാരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി K മുരളീധരന്റെ പ്രതികരണം നോക്കാം. മുഖ്യമന്ത്രിയും KSUവും തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ തീർക്കട്ടെ എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. മുഖ്യമന്ത്രിയെ കാണാൻ ഒരു തടസ്സവും ആർക്കുമില്ല. ആർക്കും അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിൽ പോയി കാണാം. വൈകുന്നേരം 4 മണിക്ക് അദ്ദേഹം എല്ലാ സന്ദർശകരെയും കാണുന്നുണ്ട്. ഇതുപോലെ ജനകീയനായിട്ടുള്ളൊരു മുഖ്യമന്ത്രി അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ലല്ലോ എന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. എന്തായാലും ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും KSUവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കോൺഗ്രസിൽ അപസ്വരം സൃഷ്ടിച്ചിരിക്കുകയാണ്. ADGP MR അജിത് കുമാറിനെതിരെ നടപടി നീണ്ടുപോകുന്നതിലും KSU യൂത്ത് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഒരു നീരസമുണ്ട്. ഈ രണ്ട് വിഷയത്തിലും KSU സർക്കാർ അല്ലെങ്കിൽ ഒരു വിള്ളൽ അത് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി അലോഷ്യസ് സേവ്യറുമായി കൂടിക്കാഴ്ച നടത്തുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഉളവായിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി ഇവർ മറികടക്കുക? കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന നിശ്ചയിച്ച ഘട്ടത്തിൽ മന്ത്രി M ലിജുവിന്റെ വാക്കുകളിൽ മറനീങ്ങിയ അതൃപ്തിയുടെയും തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥനെ നിശ്ചയിച്ചതിനെതിരെ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉയർത്തിയ കലാപക്കൊടിയുടെയും തുടർച്ചയായാണ് KSU പ്രസിഡന്റിന്റെ പരസ്യ നീക്കങ്ങളെ മുഖ്യമന്ത്രി കാണുന്നത്. ഇനി മുതിർന്ന നേതാക്കളൊക്കെ ഏത് രീതിയിലാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്, മുഖ്യമന്ത്രി തന്നെ എന്ത് മറുപടിയാണ് ഇതിന് നൽകാൻ പോകുന്നത് എന്നതൊക്കെ കാത്തിരുന്ന് കാണാം.